നമസ്കാരം പ്രിയപ്പെട്ടവരെ. രാഷ്ട്രീയപരമായി ലീഗിനെതിരെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോൾ IUML എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗാണെന്നാണ് ഞാൻ സാധാരണ പറയാറ്. ലീഗിനെ മൊത്തത്തിൽ പറയുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്നാണ് ഞാൻ വിളിക്കാറ്. ലീഗിലുള്ള കുറേ പേർ ഇബിലീസുകളാണെന്നും ഇബിലീസിൻ്റെ സന്തതികളാണെന്നും ഇബിലീസിൻ്റെ പണിയെടുക്കുന്നവരാണെന്നും ഞാൻ പറയാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അബു ജാഹിലിൻ്റെ പിൻതലമുറക്കാരാണെന്നും ജാഹിലീങ്ങളാണെന്നും ഒക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ചിലർ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ചിലർ, വ്യക്തിപരമായി അതിൻ്റെ അതൃപ്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സഖാവെ, നമ്മൾ അത്രത്തോളം അങ്ങനെ കടന്ന് ആക്ഷേപിക്കേണ്ട, അതൊരു മോശമായ പദങ്ങളല്ലേ എന്നൊക്കെ. പക്ഷേ എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെയും ഇനി അങ്ങോട്ടും യാതൊരുവിധ കുറ്റബോധവുമില്ല. കാരണം ഇബിലീസ് എന്ന് പറയുന്നത് നേർവഴിക്ക് നയിക്കുന്ന ഒരു മനുഷ്യനെ തെറ്റായ ദിശയിലോട്ട് വഴിതിഴച്ചു വിടുന്ന ഒരു പ്രാകൃതമാണ്. അതായത് നല്ലത് ചെയ്യാൻ ഇബിലീസ് ആരെ കൊണ്ടും സമ്മതിപ്പിക്കത്തില്ല. തെറ്റെന്ത് ചെയ്യുന്നോ അതിന് ഇബിലീസിന്റെ കൂട്ടുമുണ്ട്. കാരണം അള്ളാഹുവിന്റെ ശാപം കിട്ടിയ ഒരു സാധനമാണ് ഈ ഇബിലീസ് എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം, PMA സലാം എന്ന് പറയുന്ന അസൽ മൂരിയുടെ ലീഗുകാരെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് അവരെ സാഹിബെന്നോ ലീഗുകാരെന്നോ വിളിക്കാം. കാരണം അവർക്ക് നേരം വെളുത്തിട്ടില്ലെങ്കിലും അവർ മാന്യമായ രീതിയിലാണ് നമ്മളോട് സംവദിക്കാറ്. മാന്യമായ രീതിയിൽ അവർ പ്രതികരിക്കും, മാന്യമായ രീതിയിൽ അവർ പോസ്റ്റുകൾ ഇടും, മാന്യമായ രീതിയിൽ അവർ നമ്മുടെ പോസ്റ്റുകളിൽ വന്ന് കമന്റ് ഇടും, മാന്യമായ രീതിയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളോട് തർക്കിക്കും. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, മൂരികൾ. നാൽക്കാലി മൂരികൾക്ക് വിവരം വെച്ചിട്ടും ഈ ലീഗിൽ പ്രവർത്തിക്കുന്ന ഇരുകാലി മൂരികൾക്ക് വിവരം വെച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നേരം വെളുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് ബുദ്ധിയുമില്ല, വിവേകബുദ്ധിയുമില്ല, ചിന്താശേഷിയുമില്ല, തലച്ചോറുമില്ല. പിന്നെ അവർക്ക് ആകെ അറിയാവുന്നത് നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ സഖാക്കന്മാരെ തെറി വിളിക്കുക, സഖാക്കളുടെ വീട്ടിലിരിക്കുന്നവരെ തെറി വിളിക്കുക, നമ്മളിടുന്ന രാഷ്ട്രീയപരമായ പോസ്റ്റുകളിൽ ആശയപരമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകളിൽ അതിൻ്റെ താഴെ വന്നിട്ട് രാഷ്ട്രീയ നെറിയേട് കാണിക്കുക, പച്ച തെറികൾ പറയുക. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുട്ടിക്കാലത്ത് ഓർമ്മ വെച്ച നാൾ മുതൽ സ്വന്തം മാതാപിതാക്കളെ തെറിവിളിച്ച് വളർന്നവരാണവർ. വളർന്നു വന്നപ്പോൾ സ്വന്തം മാതാപിതാക്കളെ തെറിവിളിച്ച് മടുത്തത് കൊണ്ട് മറ്റുള്ള സഖാക്കളുടെ മാതാപിതാക്കളെ തെറിവിളിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി കാര്യത്തിലോട്ട് വരാം. ഞാൻ ഇത്രയും പറയാത്തതിൻ്റെ കാരണം ആ PMA സലാമിന്റെ വീഡിയോ ആണ്. ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതൊന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കേന്ദ്രത്തിലും ഭരണം നമുക്കെതിരാണ്, കേരളത്തിലും ഭരണം നമുക്കെതിരാണ്. അതുകൊണ്ട് എല്ലാ പ്രശ്നത്തിലും സമരം ചെയ്യാം. ഇപ്പൊ നല്ല മഴയാണ്, സാംക്രമിക രോഗങ്ങൾ പരന്നുകൊണ്ടിരിക്കുക. പനി മരണം, ഇന്നിപ്പോ 11 ആൾ മരിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇഷ്ടംപോലെ പുതിയ രോഗങ്ങൾ. അപ്പോ ഈ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നു, കൊതുക് പടരുന്നു, മാറാ രോഗങ്ങൾ ഉണ്ടാകുന്നു, സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് വെള്ളക്കെട്ട് അവസാനിപ്പിക്കണം, ആശുപത്രികൾ സജ്ജമാക്കണം എന്നൊക്കെ പറഞ്ഞ് പുറത്തുമില്ല, കുഞ്ഞും പിടിച്ച് 2 ബാനർ ഉണ്ടാക്കി പ്രകടനം നടത്തുക. നിങ്ങളെ കാണട്ടെ, തുടങ്ങി മത്സരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ വേണ്ടേ, തുടങ്ങിക്കോ. എന്നിട്ട് അതിന്റെ സമയമാകുമ്പോ പറയാ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണ് കോണിച്ചിഹ്നം തരിക. അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാം. ഇനിയിപ്പോ മഴ പെയ്യുന്നില്ല, കഠിനമായ ചൂടാണ്, വെള്ളം കിട്ടുന്നില്ല, അപ്പോഴും സമയം ചെയ്യുക. കുടിവെള്ളക്ഷാമം, കൃഷികൾ ഉണങ്ങുന്നു, ജലസേചനത്തിന് വെള്ളമില്ല, ഗവൺമെന്റ് ഇടപെടണം. എന്തായാലും സമരം ചെയ്യാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ആശുപത്രികളില്ലേ, ഫാമിലി ആശുപത്രി, കുടുംബ അതുകാല ആശുപത്രികൾ ഉണ്ടാവും, കമ്മ്യൂണിറ്റി ആശുപത്രികൾ, ഇതൊക്കെ ഉണ്ടാവും. അവിടെ ഡോക്ടർമാരുണ്ടാവില്ല, ഉറപ്പല്ലേ. അതിന്റെ മുമ്പിൽ ഇരുന്ന് സമരം ചെയ്തോ, ആവശ്യത്തിന് ഡോക്ടർമാരെ അനുവദിക്കണം, രോഗികൾ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തോ, ഇറങ്ങി കാണിച്ചു കൊടുക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ അതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. നിങ്ങൾ വോട്ട് ചെയ്ത് ചെല്ലുമ്പോൾ അവർക്ക് തോന്നണ്ട, നിങ്ങൾ ആശുപത്രി പ്രശ്നത്തിൽ ഇയാൾ എന്റെ മുന്നിൽ നല്ല മനുഷ്യനാണ്, നമുക്ക് വേണ്ടിയാണ് പണിയെടുത്തല്ലോ എന്ന് തോന്നണം. കേട്ടല്ലോ, മനുഷ്യനായിട്ടുള്ള ആരെങ്കിലും ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന കാര്യമാണോ ഈ PMA സലാം എന്ന് പറയുന്ന ഇബിലീസോ ഇബിലീസിന്റെ സന്തതിയോ പറഞ്ഞത്? നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ നാട്ടിൽ അപകട മരണങ്ങളും മാറാരോഗങ്ങളും കൊണ്ട് ആൾക്കാർ മരണപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ. നമ്മുടെ നാടുകളിൽ ദുരന്തങ്ങൾ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ നാടും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരും നല്ല രീതിയിൽ ജീവിച്ചു പോകണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. കാരണം എന്താ? നമ്മളൊക്കെ മനുഷ്യരാണ്. പക്ഷെ ഇവർ ചിന്തിക്കും, കാരണം ഇതൊക്കെ ഇബിലീസുകളോ ഇബിലീസിന്റെ സന്തതികളോ ആണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം.
നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകണം. കാരണം ഇടതുപക്ഷം ജനങ്ങളുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ചു വരുന്നത് ഭരണത്തിലിരിക്കുമ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന UDF ഓരോ വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ഇല്ലാ കഥകൾ ഉണ്ടാക്കി, അപവാദ പ്രചരണങ്ങൾ ഉണ്ടാക്കി, നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ച്, നുണക്കഥകൾ രചിച്ച്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച്, അധികാരത്തിന് വേണ്ടി എന്ത് കൂട്ടിക്കൊടുപ്പും, എന്ത് നെറിയേടും, എന്ത് രാഷ്ട്രീയ തെമ്മാടിത്തരവും കാണിക്കാൻ മടിയില്ലാത്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം മതപ്രകാരം ഒരു വിശ്വാസമുണ്ട്. ഭാര്യയും ഭർത്താവും അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി ദാമ്പത്യ ജീവിതം തുടങ്ങണമെന്നും, അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്നും ബിസ്മി ചൊല്ലി, അതിൽ മാത്രമല്ല, വെള്ളം കുടിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും നല്ലതെന്ത് ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങണമെന്നാണ്. അങ്ങനെ ബിസ്മി ചൊല്ലി തുടങ്ങാതെ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധം തുടങ്ങുമ്പോൾ അതിനിടയിലേക്ക് ഇബിലീസ് കയറി കിടക്കുമെന്ന് ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഇബിലീസ് കയറി കിടന്നുണ്ടായതാണ് ഇവനൊക്കെ, അല്ലാതെ മനുഷ്യർക്കുണ്ടായതല്ല. കാരണം മനുഷ്യർക്കുണ്ടായവരൊന്നും ഇങ്ങനെയൊന്നും പറയത്തുമില്ല, പ്രവർത്തിക്കത്തുമില്ല, ഇങ്ങനെയൊന്നും ചെയ്യത്തതുമില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം മതവിശ്വാസികളെ, പ്രത്യേകിച്ച് മലപ്പുറം ആ ഭാഗത്തൊക്കെ ഉള്ള കോണിക്ക് വോട്ട് കുത്തിയാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിച്ച് കോണിക്ക് വോട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇതുപോലെയുള്ള അബൂജാഹിലിന്റെ പിന്തലമുറക്കാർക്ക്, ഇബ്ലീസുകൾക്ക് വോട്ട് ചെയ്താൽ, ആ വോട്ടിന്റെ പേരിൽ ഇവർക്കൊരു ഭരണം കിട്ടിയാൽ, ഇവരൊരു നേതൃനിരയിലേക്ക് വന്നാൽ, അവർ മാത്രമല്ല നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടത്. അതിന് അവസരമുണ്ടാക്കിയ നിങ്ങളും സമാധാനം പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.